മെട്രോ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ടിപ്സ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ടോ? ഇന്ന് ഞാൻ 3 ഇൻവെസ്റ്റ്മെന്റ് ലെസൺസ് ആണ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അടുത്ത തവണ നിങ്ങളൊരു കൊച്ചി മെട്രോ ട്രാവൽ എടുക്കുന്ന സമയത്ത് ഈ 3 ഇൻവെസ്റ്റ്മെന്റ് ലെസൺസ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരട്ടെ. നമുക്കെന്നാൽ സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം തന്നെ നമ്മുടെ കൊച്ചി മെട്രോ ഇവിടെ ലോഞ്ച് ചെയ്തതിന് ശേഷം ഒരുപാട് വ്യത്യാസമാണ് നമ്മുടെ ഇവിടുത്തെ ട്രാഫിക് പാറ്റേണിൽ വന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു വലിയൊരു ഫാനാണ് കൊച്ചി മെട്രോൻ്റെ. നമുക്കൊരു ഓൺ ടൈമൊക്കെ എത്തണമെങ്കിൽ മെട്രോ തന്നെയാണ് നമ്മൾ സർവീസ് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ താഴെയാണെങ്കിൽ ചിലപ്പോൾ ട്രാഫിക്കിലൊക്കെ സ്റ്റക്കായിട്ട് ഒരുപാട് ടൈം എടുക്കാൻ സാധ്യതയുണ്ട്. 3 ലെസൺസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോണേ. നമുക്കെന്നാൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ ലെസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പണ്ടത്തെ ട്രെയിൻ സർവീസസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ എങ്ങാനും ഒരു ട്രെയിൻ മിസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രെയിനിൽ നമുക്ക് കയറി പോകാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഓരോ യാത്രയിലും ഒരു കൺഫേംഡ് ടിക്കറ്റ് ഉണ്ട്, ട്രെയിനിന് ഒരു നമ്പർ ഉണ്ട്, നമുക്കൊരു സീറ്റ് അലോട്ട്മെന്റ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ട്രെയിനിൽ അതേപോലെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു ട്രാവൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോസിബിൾ ആകത്തില്ല. പക്ഷേ മെട്രോ ട്രെയിനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ട്രെയിനിൽ വേണമെങ്കിൽ യാത്ര ചെയ്യാം. എല്ലാ 5-6 മിനിറ്റിലും ട്രെയിൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള നമുക്ക് ഏത് ട്രെയിൻ പിക്കപ്പ് ചെയ്താലും നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റും. ഇൻവെസ്റ്റിങ്ങും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. നമുക്കൊരു പർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് വന്ന് നമ്മൾ ടെൻഷൻ അടിച്ച് ആ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു കയറാനായിട്ടുള്ള അറ്റംപ്റ്റ് നടത്തേണ്ട കാര്യമില്ല. അടുത്ത ഓപ്പർച്യൂണിറ്റി വന്നോളും. കാര്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോണത് ലോങ് പീരീഡിലേക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അവിടെ ഒരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഒരു ഷോർട്ട് ടേമിൽ നമുക്ക് മിസ് ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ പല പ്രഷർ ടാക്ടിക്സിലും വഴങ്ങേണ്ട കാര്യമില്ല. ചില ഇൻഷുറൻസ് സെയിൽസ് പീപ്പിളും അതുപോലെ ബാങ്ക് മാനേജേഴ്സൊക്കെ നിങ്ങളുടെ അടുത്ത് പറയും, സാർ ഇപ്പം തന്നെ ഒപ്പിട്ടില്ലെങ്കിൽ ഇതൊക്കെ പ്രശ്നമാവും, അല്ലെങ്കിൽ നാളെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് ഫോഴ്സ് ചെയ്യാൻ കാണാറുണ്ട്. ഇപ്പം തന്നെ ഒപ്പിടിച്ച് വാങ്ങിക്കണതൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിലൊന്നും വഴങ്ങേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസിൽ പല ഡീൽസും നിങ്ങൾക്ക് സൈൻ ചെയ്യാം. നിങ്ങൾ നല്ലൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ, നല്ലൊരു കാം സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഒരു ഡീൽ ഒപ്പിടുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. രണ്ടാമത്തെ ലെസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷൻ എന്താണെന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ എടപ്പള്ളിയിൽ നിന്നാണ് ഞാൻ ട്രെയിൻ കയറുന്നെങ്കിൽ ഞാൻ വൈറ്റ്ല എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് ഞാൻ ടിക്കറ്റ് വാങ്ങിച്ച് വൈറ്റ്ലയിൽ തന്നെ ഇറങ്ങുകയും ചെയ്യും. ഇടയിൽ നല്ല ഭംഗിയുള്ള സ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ അവിടെ ഒന്നും ഇറങ്ങാൻ നോക്കാറില്ല. ഇത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പാത്വേ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ എന്താണെന്നുള്ളത് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. പലർക്കും പല ഫിനാൻഷ്യൽ ഗോൾസ് ആവാം. നിങ്ങൾക്ക് ചിലപ്പോൾ റിട്ടയർമെൻറ്റ് ആവാം, വീട് വാങ്ങിക്കണം എന്നുള്ളതാവാം, കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളതൊക്കെ ആവാം. ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഒരു കറക്റ്റായിട്ടുള്ളൊരു പാത്വേ, ഒരു കറക്റ്റ് ജേണി നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ടുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. ഈ ഫിനാൻഷ്യൽ ഗോളിലുള്ള നമ്മുടെ ഫോക്കസ് നമ്മുടെ ജേണി കുറച്ചും കൂടി രസകരമാക്കും എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തുള്ള പോയിന്റ്. നമ്മളെ ഇടയിലുള്ള ഡിസ്റപ്ഷൻസോ ഡീവിയേഷൻസോ ഒന്നും നമ്മളെ ബാധിക്കത്തില്ല. നമ്മുടെ ഫോക്കസ് എപ്പോഴും നമ്മുടെ ഗോളിൽ തന്നെയാണ്. അപ്പോൾ എല്ലാ ഓപ്പർച്യൂണിറ്റിയും നമ്മുടെ അറ്റൻഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഫൈനൽ ഗോൾ എന്താണോ ആ ഗോളിലേക്ക് എത്തിച്ചേരണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. മൂന്നാമത്തെയും അവസാനത്തെയും പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻവെസ്റ്റിംഗ് എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങളൊരു മെട്രോ ജേണിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്സ് ഓഫ് ആൾക്കാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റുഡൻസ് ഉണ്ടാവാം, റിട്ടയർഡ് ടീച്ചേഴ്സ് ഉണ്ടാവാം, സീനിയർ സിറ്റിസൺസ് ഉണ്ടാവാം, ചിലപ്പോൾ ഓഫീസ് ഗോവേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ മിലിറ്ററി ആൾക്കാരെ ചിലപ്പോൾ കാണാൻ പറ്റും, സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റും, യൂട്യൂബേഴ്സിനെ കാണാൻ പറ്റും. അങ്ങനെ പല പല വോക്സ് ഓഫ് ലൈഫിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും. പക്ഷേ ഇവരെല്ലാവരും യൂസ് ചെയ്യുന്നത് ഒരേ മെട്രോ ട്രെയിനിലാണ് അവരുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട്. അവരുടെ യാത്രയും ചിലപ്പോൾ പലതും പല ദിശയിലേക്കായിരിക്കാം, പല പല സ്ഥലത്തേക്കായിരിക്കാം. എന്നാലും അവർ ഒരേ മെട്രോ ട്രെയിനാണ് യൂസ് ചെയ്യാൻ പോണത്. നമ്മുടെ ഇൻവെസ്റ്റിങ്ങിൽ ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതിൻ്റെ പേര് മ്യൂച്വൽ ഫണ്ട്സ് തന്നെയാണ്. ഇതേ മ്യൂച്വൽ ഫണ്ട്സിൽ പല വോക്സ് ഓഫ് ലൈഫിലുള്ള ആൾക്കാർക്കും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ ഇപ്പോൾ ജോലിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണവരായിക്കോട്ടെ, അല്ലെങ്കിൽ അൾട്രാ റിച്ച് ആയിട്ടുള്ള HNA ആയിക്കോട്ടെ, ഇവർക്ക് എല്ലാവർക്കും മ്യൂച്വൽ ഫണ്ടിൻ്റെ സർവീസസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ പൂൾ ചെയ്തിട്ട് ബാക്കിയുള്ള കമ്പനികളുടെ ഷെയർസോ ബോൺസോ ഒക്കെ വാങ്ങിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പ്രൊഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എൻട്രിയും എക്സിറ്റും ചെയ്യുക, അതായത് നമ്മുടെ പർച്ചേസും റിഡംഷൻസും ചെയ്യുക. ഇതേ പ്രൊഡക്റ്റ് ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സും യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ പെർഫോമൻസിനെയോ ഗെയിൻസിനെയോ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പോകുന്നില്ല. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഒരു മെട്രോ ട്രെയിൻ പോലെ തന്നെ വളരെ സേഫ് ആയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ 3 ലെസൺസ് ഇന്ന് പഠിച്ചു. അപ്പോൾ അടുത്ത മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ 3 ലെസൺസും ഓർത്തിരിക്കുക. നമുക്ക് പെട്ടെന്നൊന്ന് സമ്മറൈസ് ചെയ്യാം. ഒന്ന്, ഫോമോ ഇഗ്നോർ ചെയ്യുക. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഒരു വലിയൊരു പ്രശ്നമാണ്. അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവാണ്. സ്റ്റേ ഡിസിപ്ലിൻഡ് ആൻഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾസ് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. മ്യൂച്വൽ ഫണ്ട് നല്ലൊരു സ്റ്റാർട്ടിംഗ് വെഹിക്കിളാണ്. അതിന് മുകളിൽ നമുക്ക് സ്റ്റോക്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഫൈനലി തിങ്ക് ലോങ് ടേം. വെൽത്ത് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ലോങ്ങർ പീരീഡിൽ തന്നെയാണ്. അപ്പോൾ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ്, സ്റ്റേ ഫോക്കസ്ഡ്.